Ninth question. By finding in two different ways, by finding in two different ways, the nth derivative of x raised to 2n, prove that by finding in two different ways the nth derivative of x raised to 2n, prove that 1 plus n square by 1 square plus n square into n minus 1 square by 2 square, 1 square into 2 square, plus n square into n minus 1 square into n minus 2 square into 1 square, 2 square, 3 square, plus etc. is equal to 2n factorial divided by n factorial square. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എക്സ് റൈസ് ടു 2n ഡെറിവേറ്റീവ് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഡി എൻ ഓഫ് എക്സ് റൈസ് ടു 2n നോക്കാം. എക്സ് റൈസ് ടു 2n ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2n എക്സ് റൈസ് ടു 2n മൈനസ് 1 വരും. ഒന്നും കൂടെ എടുക്കുമ്പോൾ എന്ത് വരും? 2n മൈനസ് 1 എക്സ് റൈസ് ടു 2n മൈനസ് 2. പിന്നെ എടുക്കുമ്പോൾ എന്ത് വരും? 2n മൈനസ് 2 എക്സ് റൈസ് ടു n മൈനസ് 3. അപ്പോൾ നമ്മൾ n ടൈംസ് ആണ് എടുക്കുന്നത്. ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ 2n, രണ്ട് പ്രാവശ്യം എടുക്കുമ്പോൾ 2n മൈനസ് 1. അപ്പോൾ n ടൈംസ് ആണ് എടുക്കുന്നതെങ്കിൽ 2n മൈനസ് ഓഫ് n മൈനസ് 1 വരും അല്ലേ. n മൈനസ് 1 എക്സെട്ര ഉണ്ട്, ഇവിടെ എക്സെട്ര ഇടാൻ പറ്റുമോ? എക്സെട്ര 2n എക്സ് റൈസ് ടു 2n മൈനസ് n വരും. 2n മൈനസ് n വരും. അത് ചെയ്ത് ഒന്നും കൂടെ പറയാം. എക്സ് റൈസ് ടു 2n ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2n എക്സ് റൈസ് ടു 2n മൈനസ് 1, രണ്ട് പ്രാവശ്യം എടുക്കുമ്പോൾ ഇൻറ്റു 2n മൈനസ് 1 എക്സ് റൈസ് ടു 2n മൈനസ് 2. അപ്പോൾ 2 ടൈംസ് ആകുമ്പോൾ 2n മൈനസ് 1 എക്സ് റൈസ് ടു 2n മൈനസ് 2. അപ്പം n ടൈംസ് ആകുമ്പോൾ 2n മൈനസ് 1 എക്സെട്ര 2n മൈനസ് 2 എക്സെട്ര 2n മൈനസ് n മൈനസ് 1 എക്സ് റൈസ് ടു 2n മൈനസ് n എന്ന് വരും. അപ്പോൾ ഇത് 2n മൈനസ് 1, 2n മൈനസ് 2, 2n മൈനസ് 3 എക്സെട്ര 2n മൈനസ് n പ്ലസ് 1 എന്ന് വരുമ്പോൾ അത് n അപ് ടു അത് n പ്ലസ് 1 എക്സ് റൈസ് ടു n എന്ന് വരും അല്ലേ. എക്സ് റൈസ് ടു n. അപ്പോൾ നമ്മളതിനെ 2n നമുക്ക് ആൻസർ കിടക്കുന്ന 2n ഫാക്ടോറിയൽ ആയതുകൊണ്ട് ഇവിടെ 1 to n ടേംസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ 2n ഇൻറ്റു 2n മൈനസ് 1 എക്സെട്ര അപ് ടു n പ്ലസ് 1 ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ എക്സ് റൈസ് ടു n. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഒരു n ഫാക്ടോറിയൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ n ഫാക്ടോറിയൽ ഇവിടെ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2n മൈനസ് 1 എക്സെട്ര n പ്ലസ് 1 ഇൻറ്റു n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ. അപ്പോൾ നോക്കിയേ, ഇനി n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു അപ് ടു n പ്ലസ് 1 എക്സെട്ര അപ് ടു 2n. അപ്പോൾ അതിന് നമുക്ക് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കതിനെ 2n ഫാക്ടോറിയൽ എക്സ് റൈസ് ടു n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുക. അപ്പോൾ ഒരു രീതിയിൽ നമ്മൾ nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 2n ചെയ്തപ്പം 2n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ എക്സ് റൈസ് ടു n എന്ന് കിട്ടി. ഇനി നമുക്ക് അപ്ലൈയിങ് ലെബനീസ് തിയറം nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 2n നമുക്ക് എക്സ് റൈസ് ടു n ഇൻറ്റു എക്സ് റൈസ് ടു n എന്ന് എഴുതാമല്ലോ. എക്സ് റൈസ് ടു 2n നമ്മൾ എക്സ് റൈസ് ടു n ഇൻറ്റു എക്സ് റൈസ് ടു n എന്ന് എഴുതിയാൽ nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n ഇൻറ്റു എക്സ് റൈസ് ടു n പ്ലസ് n ഇൻറ്റു NC1 ആണ്, NC1 dn മൈനസ് 1 എക്സ് റൈസ് ടു n ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n. അടുത്തത് എന്ത് വരും? NC2 dn മൈനസ് 2 എക്സ് റൈസ് ടു n സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n. അടുത്തത് NC3 dn മൈനസ് 3 എക്സ് റൈസ് ടു n d ക്യൂബ് എക്സ് റൈസ് ടു n പ്ലസ് എക്സെട്ര എന്ന് വരും.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എടുക്കുകയാണെങ്കിൽ എന്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ ആണ് വരുന്നത്. എന്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. സെക്കൻഡ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എക്സ് റൈസ് ടു എൻ മൈനസ് ടു അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ മൈനസ് ടു വരും. അപ്പോൾ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു എൻ മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു നമുക്ക് എക്സ് റൈസ് ടു 0 വരും. അപ്പോൾ എന്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എൻ മൈനസ് ടു എക്സെട്ര അപ് ടു 1 ഇൻറ്റു എക്സ് റൈസ് ടു 0 എന്ന് വരും. അപ്പോൾ അത് എൻ ഫാക്ടോറിയലാണ്. അപ്പോൾ ഇത്രയും ടേമാണ് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റൈസ് ടു എൻ പ്ലസ് എൻ ഇൻറ്റു ഇത് ചെയ്ത് ക്ലിയർ ആണല്ലോ അല്ലേ. അതായത് എക്സ് റൈസ് ടു എന്നിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. സെക്കൻഡ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എക്സ് റൈസ് ടു എൻ മൈനസ് ടു. തേർഡ് എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ എൻ മൈനസ് ടു എക്സ് റൈസ് ടു എൻ ഇത് തേർഡ്. അപ്പോൾ എന്ത് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ. 3 വന്നപ്പോൾ എൻ മൈനസ് ടു. അപ്പോൾ എൻ വരുമ്പം എൻ മൈനസ് എൻ മൈനസ് വൺ വരും. എൻ മൈനസ് എൻ മൈനസ് വൺ എന്ന് പറയുന്നത് 1 ആണ്. എക്സ് റൈസ് ടു എൻ മൈനസ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 0. അപ്പോൾ അത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ അപ് ടു 1. അപ്പോൾ എൻ ഫാക്ടോറിയൽ എക്സ് റൈസ് ടു 0 അടുത്തത് എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് മുന്നിലത്തേതല്ലേ നമുക്ക് കിട്ടുന്നത്. എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുമ്പം അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം അത് ഇവിടെ എൻ സി വണ്ണിൻ്റെ എൻ ഉണ്ട്. ഇവിടെ എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ തേർഡ് എന്ന് പറയുമ്പോൾ എൻ മൈനസ് ടു. അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ എക്സെട്ര എൻ മൈനസ് വൺ എൻ മൈനസ് ടു വരും അല്ലേ. അപ്പോൾ അത് എൻ ഫാക്ടോറിയൽ തന്നെ എക്സ് വരും. എൻ ഫാക്ടോറിയൽ എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അടുത്തത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ 1 ഇൻറ്റു 2. എൻ മൈനസ് ടൂത്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ. എൻ മൈനസ് ടൂത്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് എൻ ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ അത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എക്സ് റൈസ് ടു എൻ മൈനസ് ടു. ഇത് നമ്മളൊരു പ്രോബ്ലത്തിൽ ചെയ്ത് ഞാൻ നോക്കട്ടെ. ഇത് നമ്പർ പറയാം. നമ്മൾ പ്രോബ്ലം 7 ചെയ്തതാണ്. എക്സ് റൈസ് ടു എൻ നമ്മൾ യു ആയിട്ട് എടുത്താൽ u1 എന്ന് പറയുന്നത് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. നമുക്ക് u1 അല്ല, നമുക്ക് വേണ്ടത് യു എൻ തൊട്ടുള്ള ടേമുകൾ. അപ്പം u1 എൻ എക്സ് u2 എന്ന് പറയുന്നത് എൻ മൈനസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് u3 എന്ന് പറയുന്നതാണ്. un പിന്നെ u3 u4 അങ്ങനെ നമ്മൾ ചെയ്യുമ്പം ജനറലി നമ്മൾ പറഞ്ഞു un എന്ന് പറയുന്ന എൻ ഫാക്ടർ അവിടെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. un എന്ന് പറയുന്ന എൻ ഫാക്ടറാണ്. un മൈനസ് വൺ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ആണ്. എൻ മൈനസ് ടു എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അടുത്തത് NC3 ആണ്. NC3 എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ എൻ മൈനസ് ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഡി എൻ മൈനസ് 3 എക്സ് റൈസ് ടു എൻ മൈനസ് 3 എന്ന് പറയുമ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ഇൻറ്റു തേർഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ എൻ മൈനസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് 3 പ്ലസ് എക്സെട്ര. നമുക്കിനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. which is equal to n factorial x raised to n. അടുത്ത ടേം n factorial ഉണ്ട്, n സ്ക്വയർ ഉണ്ട്, x raised to n. n factorial n സ്ക്വയർ x raised to n. അടുത്തത് n ഇൻറ്റു എൻ മൈനസ് വൺ, ഇവിടെയും n ഇൻറ്റു എൻ മൈനസ് വൺ ഉണ്ട് അല്ലേ. അപ്പോൾ n സ്ക്വയർ n മൈനസ് വൺ 1 ഇൻറ്റു 2 ആണ്, ഇതും 1 ഇൻറ്റു 2. 1 ഇൻറ്റു 2 രണ്ട് പ്രാവശ്യമുണ്ട്, n ഇൻറ്റു എൻ മൈനസ് വൺ രണ്ട് പ്രാവശ്യമുണ്ട്. എക്സ് റൈസ് ടു 2ഉം എക്സ് റൈസ് ടു എൻ മൈനസ് 2 എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു എൻ, പിന്നെ ഒരു എൻ ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ എൻ ഫാക്ടോറിയൽ എക്സ് റൈസ് ടു എൻ, എൻ ഫാക്ടോറിയൽ എക്സ് റൈസ് ടു എൻ, എൻ ഇൻറ്റു എൻ മൈനസ് വൺ രണ്ട് പ്രാവശ്യമുണ്ട്. അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ സ്ക്വയർ, പിന്നെ ഡിനോമിനേറ്ററിൽ 1 സ്ക്വയറും 2 സ്ക്വയറും ഉണ്ട്. അപ്പോൾ 1 സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് അടുത്ത ടേം നോക്കിയേ. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എൻ ഫാക്ടോറിയലുണ്ട്, എക്സ് റൈസ് ടു എൻ മൈനസ് 3 എക്സ് ക്യൂബും കൂടെ വരുമ്പോൾ എക്സ് റൈസ് ടു എൻ ആണ്. അപ്പോൾ എൻ ഫാക്ടോറിയൽ എക്സ് റൈസ് ടു എൻ ഇവിടെ, അപ്പോൾ എക്സ് റൈസ് ടു
എൻ ഫാക്ടോറിയൽ കോമൺ ഉണ്ട്. 3 ഫാക്ടോറിയലാണ് ഇതും 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 അത് 2 പ്രാവശ്യമുണ്ട്. n × n-1 n-2 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ അത് n ഫാക്ടോറിയൽ x റൈസ് ടു n ഇൻറ്റു n സ്ക്വയർ n-1 സ്ക്വയർ n-2 സ്ക്വയർ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ നമുക്കറിയാം n ഫാക്ടോറിയൽ x റൈസ് ടു n എല്ലായിടത്തും കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് n സ്ക്വയർ പ്ലസ് n സ്ക്വയർ ഇൻറ്റു n-1 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് n സ്ക്വയർ ഇൻറ്റു n-1 സ്ക്വയർ n-2 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇങ്ങനെ വരും. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം എന്താണ്? ഇക്വേഷൻ 1ൽ നമ്മൾ എക്സ് റൈസ് ടു 2n എന്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എക്സ് റൈസ് ടു 2n എന്ത് ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പം രണ്ടും സെയിം ആണ്. ഫ്രം 1 and 2. 1 എന്ന് പറയുന്നത് 2n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ എക്സ് റൈസ് ടു n 1 plus n square into n-1 square 1 square 2 square plus n square n-1 square n-2 square by 1 square 2 square 3 square plus etc. അതിൽ നമുക്ക് ഒരു എക്സ് റൈസ് ടു n രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഈ n ഫാക്ടോറിയലിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് 2n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 plus n square plus n square into n-1 square into 1 square 2 square plus n square into n-1 square n-2 square 1 square 2 square 3 square plus etc. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മൾ രണ്ട് രീതിയിൽ എക്സ് റൈസ് ടു n ഡെറിവേറ്റീവ് കാണുകയാണ് ചെയ്തത്. എക്സ് റൈസ് ടു 2n ഡെറിവേറ്റീവ് ആദ്യം ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2n 2n-1 അപ് ടു n+1, അതായത് 2n 2n-1 2n-2 എക്സെട്ര 2n മൈനസ് n-1 എക്സ് റൈസ് ടു 2n മൈനസ് n ആണ്. എക്സ് റൈസ് ടു 2n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു n. 2n മൈനസ് ഓഫ് n-1 എന്ന് പറയുമ്പോൾ n+1. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ അതിനെ ഫാക്ടോറിയൽ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും n ഫാക്ടോറിയൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 1 × 2 × അപ് ടു n n+1 n+2 എക്സെട്ര അപ് ടു 2n. അത് 2n ഫാക്ടോറിയലാണ്. അപ്പം 2n ഫാക്ടോറിയൽ എക്സ് റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ എന്ന് കിട്ടി. പിന്നെ നമ്മൾ ചെയ്തത് ലെബനീസ് തിയറം അപ്ലൈ ചെയ്യുക. എക്സ് റൈസ് ടു n ഇൻറ്റു എക്സ് റൈസ് ടു n ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ലെബനീസ് തിയറം അപ്ലൈ ചെയ്തു. എന്നിട്ട് d സ്ക്വയർ എക്സ് റൈസ് ടു n d ക്യൂബ് എക്സ് റൈസ് ടു n ഒക്കെ ഫോമുല നമ്മൾ 7th പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. എന്നിട്ട് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ആവും.